ഇന്ന് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് വന്യജീവി ഭീഷണി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു കർഷകരുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും നമ്മുടെ വന്യജീവി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ഒരു കർഷകരുടെ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതും അത് എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കിപ്പോൾ നിലവിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ എങ്ങനെ കർഷകരിലേക്ക് അത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് കർഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമുക്കിപ്പോൾ നമ്മുടെ പുതിയതായിട്ടുള്ള നമുക്ക് എങ്ങനെയാണ് ജീവിതം പെരുമാറുന്നത്, അവരുടെ ജീവിതചക്രം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എങ്ങനെയാണ് അവർ നമ്മുടെ കൃഷിയിടത്തിലേക്ക് വരുന്നതിൻ്റെ കാരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് കൂടുതൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമുക്ക് ആദ്യം നമുക്കത് എങ്ങനെ വരാതിരിക്കാൻ തടയാം, പിന്നെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അതിൻ്റെ നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് കൃഷി നശിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വയം രക്ഷ നേടാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പരീക്ഷണത്തിലൂടെ തന്നെ ഇവിടെ എങ്ങനെ നമുക്ക് ഈ ഒരു വന്യജീവി ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിച്ച നമ്മുടെ കുര്യൻചേട്ടനും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും പരീക്ഷണങ്ങളോട് ഇവർ ആർജിച്ച അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി തന്നെ ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ അധ്യക്ഷസ്ഥാനം നൽകിയ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ വിഷ്ണുദാസ് നായർ അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനുള്ള എത്തിച്ചേർന്ന നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആമുഖ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ രതീശൻ അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സുകൾ നയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഡോക്ടർ മഞ്ജു ടി പി മാഡം, അതോടൊപ്പം തന്നെ മീര മഞ്ജുഷ മാഡം, അവരെ ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ലാസ്സുകൾ നയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സംസ്ഥാന ജൈവ കർഷക അവാർഡ് ജേതാവ് ശ്രീ കുര്യൻ ടീച്ചർ അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നന്ദി അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ സുധീർ നേരത്തെ അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിനായി നമ്മുടെ വിഷ്ണു സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ കെ സുധാകരൻ അവർ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത്, നമുക്ക് ആമുഖ പ്രഭാഷണം നടത്തുന്ന ശ്രീ വി രതീശൻ അവർ വൈൽഡ് ലൈഫ് വാർഡൻ ആകാം, KVKയുടെ ഹെഡ് മീര മഞ്ജുഷ മാഡം, ഡോക്ടർ മഞ്ജു KP, കുര്യൻ ചേട്ടൻ, കൃഷി വകുപ്പിലെയും ഫോറസ്റ്റ് വകുപ്പിലെയും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒരുപാട് സമയം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നേരിട്ട് കാര്യത്തിലേക്ക് കടക്കേണ്ടതാണ്. ഈ വന്യജീവി വകുപ്പ് ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ജില്ലാതലത്തിലൊരു മോണിറ്ററിംഗ് സമിതി കൂടുകയുണ്ട്. എൻ്റെ 2 മീറ്റിംഗ് ഇപ്പോൾ നടന്നു. അപ്പം അവിടെ വന്ന ഒരു തീരുമാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കർഷകരെയും ബോധവൽക്കരിക്കേണ്ട ആവശ്യത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും നമ്മുടെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹവും ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ഈ യോഗം കർഷകരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇന്നിവിടെ വന്നത്. നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടിയിരുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അവസാന നിമിഷം അദ്ദേഹത്തിന് വേറെ ചില തിരക്കുകൾ വന്നു പോയതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ലേറ്റായിട്ട് എത്തുമായിരിക്കും. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ ആ പോസ്റ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആശങ്ക എല്ലാം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ചോദിക്കും, ഇപ്പോഴാണ് ആസൂത്രണം ചെയ്യുന്നത് ചോദിക്കും. അല്ല, അപ്പോൾ ആനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വേലിയുടെ കാര്യമാണ് എപ്പോഴും എല്ലാവരും പറയുക.
പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മലയോര മേഖലയിൽ മാത്രമാണ് ഈ ആനയുടെ പ്രശ്നം വരുന്നെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം കുരങ്ങും പന്നിയും എല്ലാം കൂടി ഉണ്ട്. നമുക്കത് മലയോര മേഖലയിൽ അതെല്ലാം ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തുരുമ്പെടുക്കാത്ത രീതിയിലുള്ള വേലികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു രീതി ഞങ്ങൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് സമർപ്പിച്ചിട്ടിരിക്കുകയാണ്. അത് പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടുവാണെങ്കിൽ ഈ പന്നിയുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. GI പൈപ്പ് വെച്ചിട്ട് ചെയ്യുകയും GI പൈപ്പ് ഇട്ട് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് അതിന് തുരുമ്പെടുക്കാത്ത കമ്പിവേലി ഇട്ട് കൊടുത്തിട്ട് വരുന്ന അതിന് മൊത്തം ചിലവ് ആക്ച്വൽ ചിലവ് കണക്കാക്കി അതിൻ്റെ 75% സബ്സിഡി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് പാസ്സായി കിട്ടുകയാണെങ്കിൽ, പാസ്സാവാൻ ഒരുപാട് കടമ്പുണ്ട്, ഒരുപാട് കമ്മിറ്റികളിലൊക്കെ വെക്കേണ്ടതുണ്ട്. പാസ്സായി കിട്ടുമ്പോൾ അത് നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാകും. എക്സ്റ്റെൻസീവായിട്ട് പല വകുപ്പുകളും, കൃഷി വകുപ്പായാലും ഫോറസ്റ്റ് വകുപ്പായാലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായാലും എല്ലാം ഈ പറഞ്ഞതുപോലെ സൗരോർജ്ജ വേലികൾ ഉണ്ടാക്കുന്നതിന് നമുക്ക് തരുന്നുണ്ട്. അതിന് പുറമെ ഡിറ്ററൻസും മറ്റുള്ള റിപ്പല്ലൻസും എല്ലാം ചേർത്തിട്ടുള്ള പരിപാടികൾക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ തന്നത് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോളാർ ഫെൻസിങ് അല്ലാത്ത കാര്യങ്ങൾ 25 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടാണ്. അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ വിവിധ വകുപ്പുകൾ നടപ്പാക്കി വരുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ കാർഷിക മേഖലയിൽ നമുക്ക് ഈ മൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നത് തടയാൻ പറ്റുന്നതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച. അതാണ് നമ്മൾ ഈ KVKയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ശാസ്ത്രജ്ഞരും അതേപോലെ ഈ മേഖലയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ നമ്മുടെ കർഷക സുഹൃത്തുക്കളിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള ചില ഗുരുചേട്ടനെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ജില്ലാ കാർഷിക വികസന സമിതിയുടെ അംഗമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം അംഗമായിരുന്നു. ഇപ്പോഴും നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം 3 വർഷം ഇപ്പോഴും അദ്ദേഹം അംഗമാണ്. ജൈവ കർഷക അവാർഡ് വിന്നറാണ്. ഞാനതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം അത് പറയട്ടെ. ഈ കാര്യം ഞാൻ നേരിട്ട് പോയിട്ട് അവിടെ കണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലോട്ടിൽ ഞാൻ പോയി കണ്ടതാണ്. അദ്ദേഹം എന്നെ കാണിച്ചെന്നാണ്, കുരങ്ങിനെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് കാണിച്ചതെന്നാണ്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രവശം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതിനെപ്പറ്റി അദ്ദേഹം അത് പറയും. നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത വഴിയിലൂടെയൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചു പോയത്. കൊള്ളാം. അപ്പോൾ അതും നമുക്ക് ഇതിനിടയിൽ നിങ്ങൾക്ക് അദ്ദേഹം പരിചയപ്പെടുത്തും. എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങ്, ഈ ഒരു സെഷൻ ഏറ്റവും കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ A. സുധാകരൻ അവരുടെ സാദരം ക്ഷണിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ കൃഷി സ്വാഗതം പറഞ്ഞിട്ടുള്ള ശ്രീ ഷിനു തോമസ്, കൃഷി അസിസ്റ്റന്റ്. അതുപോലെ തന്നെ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ V. രതീശൻ, വൈൽഡ് ലൈഫ് വാർഡൻ, ആർലം വൈൽഡ് ലൈഫ്. ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ മഞ്ജു KP, അസിസ്റ്റന്റ് പ്രൊഫസർ KVK കണ്ണൂർ. ശ്രീ കുര്യൻ TJ, സംസ്ഥാന ജൈവ കർഷക അവാർഡ് ജേതാവ്. നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്ന സുധീർ നെറോത്തി, ശ്രീ റേഞ്ച് ഓഫീസർ കണ്ണൂർ. മറ്റ് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ, നമ്മുടെ മേഖല സംബന്ധിച്ച് വലിയ കാർഷിക പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിനാണ് നമ്മളെല്ലാം താമസിക്കുന്നത്. ഏതാനും വർഷങ്ങളായിട്ട് വന്യജീവികളുടെ വലിയ തോതിലുള്ള കടന്നുകയറ്റം കാർഷിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൃഷിക്കാർക്കും ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി ചെയ്ത് വിളവെടുക്കാനാകുമ്പോഴാണ് ചിലപ്പോൾ ആ കൃഷി വന്യജീവികൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുക. ബാങ്കിൽ നിന്നും മറ്റും ലോണൊക്കെ എടുത്തിട്ടാണ് പല ആളുകളും കൃഷി ചെയ്യാറുള്ളത്. അങ്ങനെ കൃഷിയുടെ വിളവെടുക്കുന്ന മുമ്പായിട്ട് ഈ കൃഷിയെല്ലാം നശിച്ചു പോകുന്ന കൃഷിക്കാരെ സംബന്ധിച്ച് ഏറെതായുള്ള പ്രയാസം കൃഷിക്കാരെ സംബന്ധിച്ച് വന്നുചേരുകയാണ്. നിലവിൽ വലിയ പ്രയാസം അതിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇക്കോണമി എന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കാർഷിക മേഖലയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ
അതങ്ങനെ എത്രമാത്രം പറയാൻ സാധിക്കില്ല. എന്നാലും കാർഷിക മേഖലയ്ക്ക് നല്ല പ്രാധാന്യമുള്ളത് തന്നെയാണ് നമ്മുടെ നാട്. ഇവിടെ ഗൾഫ് മണിയുടെയൊക്കെ സ്വാധീനം നല്ലതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലക്കകത്ത് ഉണ്ടെന്ന് നമുക്കറിയാം. അതോടൊപ്പം കാർഷിക മേഖലക്കും അതിൻ്റെതായിട്ടുള്ള നല്ല പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലയിലാണ് കാർഷിക മേഖലക്ക് വലിയ പ്രാധാന്യമുള്ളത് എന്ന് നമുക്കറിയാം. ഒരുപാട് കൃഷികളുണ്ട്. റബ്ബർ, തെങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള പല കൃഷികളും നമ്മുടെ കർഷകർ ചെയ്തു വരികയാണ്. കൃഷിക്കാർ ഇതിനോട് താല്പര്യമുള്ളത് കാലാകാലമായിട്ട് എടുത്ത് ശീലിച്ചിട്ടുള്ള ഒരു തൊഴിൽ എന്നുള്ളതാണ് കാർഷിക വൃത്തിയിലേക്ക് ആളുകൾ തിരിയുന്നത്. വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് കൃഷിയിൽ നാശം ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസം കർഷകരെ സംബന്ധിച്ച് വന്നുചേരും. കൃഷിയെല്ലാം നശിപ്പിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ വന്നുചേരുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ച് അവരുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ കഠിന അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി അവർ നടത്തി വരുന്നത്. അങ്ങനെ നടത്തി വരുന്ന വിളവെടുക്കാനാവുമ്പോഴത്തേക്ക് കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ നഷ്ടം ജീവിതത്തിൽ വന്നു ചേരുകയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ്റൊക്കെ ഭാഗമായിട്ട് നയപരമായിട്ട് തന്നെ വേണ്ട കാര്യങ്ങളാണ്. വന്യമൃഗങ്ങൾക്ക് തന്നെ നമുക്ക് സ്ഥലം ഫോറസ്റ്റൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഫോറസ്റ്റിനകത്ത് അവരെ അവിടുത്തെ മതിലൊക്കെ കെട്ടി അതിൽ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അവർക്കുള്ള തീറ്റ ഫോറസ്റ്റ് മേഖലക്കകത്ത് തന്നെ മൃഗങ്ങൾക്ക് അവിടെ ഒരുക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. വന്യമൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും മറ്റും പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിനാവശ്യമായിട്ടുള്ള നയം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം. അവരെ കാട്ടുപന്നിയുടെയൊക്കെ ശല്യം വല്ലവർ വരികയാണ്. കാട്ടുപന്നീനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവൊക്കെ നേരത്തെ ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്ഥലത്തും അത് പ്രായോഗികമായിട്ട് അത്രത്തോളം നടക്കുന്നതിനുള്ള സാങ്കേതികമായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് കാട്ടുപന്നികൾ ഉൾപ്പെടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് കൃഷിയെല്ലാം നശിപ്പിക്കുന്ന അവസ്ഥ വന്നു ചേരുകയാണ്. കൃഷിക്കാരനെ സംബന്ധിച്ച് അവർക്ക് സഹിക്കാൻ കഴിയുന്നപ്പുറമാണ് ഈ കൃഷി നാശം വന്നത്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തുനിന്നാണ് കാർഷിക മേഖലയിൽ അവരെ അധ്വാനത്തിൻ്റെ ഫലം എന്നുള്ളത്. അതാണ് വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് നശിപ്പിക്കപ്പെട്ടു പോകുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ പ്രയാസം വന്നു ചെയ്യുകയാണ്. അതുകൊണ്ട് അതെല്ലാം നിയമപരമായിട്ട് തന്നെ മാറ്റങ്ങൾ വരണം. അതുപോലെ വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ വരണം. അപ്പോൾ കൃഷി വകുപ്പും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ചേർന്നുകൊണ്ട് ആരും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. എല്ലാം സഹകരിച്ചുകൊണ്ട് തന്നെ കൃഷിക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. കാർഷിക വിളകളെ സംരക്ഷിക്കാൻ സാധിക്കണം. ഫോറസ്റ്റിലെ വന്യജീവികളെയും സംരക്ഷിക്കാൻ സാധിക്കണം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ നിലക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളിലൊന്നും വൈകിയ പോലെ ഞാൻ കടന്നു പോകുന്നില്ല. ഞാൻ 1-2 പരിപാടി ഈ സമയത്ത് തന്നെ നേരത്തെ നിശ്ചയിച്ച പരിപാടി ആയതുകൊണ്ട് വന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റു പരിപാടിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ നടക്കുന്ന ഈ ക്ലാസ്സിനെ നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും ഈ ക്ലാസ്സിൽ നിങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് നമുക്കിതിലെല്ലാം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങനെയും ഒക്കെ കൊടുത്തിക്കൊണ്ട് നമുക്കിതിനൊരു പരിഹാരമാർഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ നമുക്കൊക്കെ കൂട്ടായിട്ട് നടത്താൻ വേണ്ടി കഴിയണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം സഹകരണങ്ങൾ ഉണ്ടാകണം. ഈ ശില്പശാലയുടെ ഭാഗമായിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മേഖലക്കകത്ത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ക്രിയാത്മകമായിട്ട് നടപടിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് അനുഭവമുള്ള ആളുകളാണ് ഇവിടെ കാർഷിക മേഖലയിൽ ഇവിടെ പങ്കെടുക്കുന്ന ആളും നിരവധി അനുഭവജ്ഞാനമുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് കൃഷി ലാഭത്തിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ആദായകരമായിട്ടുള്ള കൃഷിയിലേക്ക് പോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക. അതിനാവശ്യമായിട്ട് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ വന്യജീവി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും ഗവൺമെൻറ് ഭാഗത്തുനിന്നൊക്കെ തന്നെ നമുക്കതിനെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആ നിലക്കുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നടക്കുന്ന ക്ലാസ്സിനെ ഫലപ്രദമായിട്ട് കണ്ടുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് പോകാൻ വേണ്ടി കഴിയണം എന്ന് മാത്രം ശരിക്കും സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഈ പരിപാലനം വന്യജീവി കാർഷിക മേഖല നടക്കുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പ്രതിരോധ മാർഗങ്ങളുന്ന വിഷയത്തിൽ നടക്കുന്ന ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു ആമുഖ പ്രഭാഷണം നൽകുന്നതിനായി ആർണം വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ ബി രതീഷ് സാറിനെ ക്ഷണിച്ചു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വിഷ്ണു എസ് നായർ സർ, കർഷക സുഹൃത്തുക്കളെ, നമുക്കറിയാം കർഷക മേഖലയിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വന്യജീവികളുടെ കടന്നുകയറ്റവും അക്രമവുമാണ്. കാർഷിക മേഖലയിൽ നമ്മൾ പൊതുവെ, ഞാനും കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ചു വന്നയാളാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് പെസ്റ്റുകൾ എന്നുള്ള പേരിലാണ് കൃഷിക്കെതിരായിട്ട് വരുന്ന ജീവികളെ നമ്മൾ പറയാറുള്ളത്. പക്ഷെ വന്യജീവികളെ നമുക്കൊരു പെസ്റ്റായിട്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും വന്യജീവികളെല്ലാം വളരെ സംരക്ഷിത വന്യജീവികളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈയിടെയായിട്ട് നടന്നിട്ടുള്ള കൃഷിനാശമായാലും നമ്മുടെ മനുഷ്യജീവിതത്തിന് നാശം സംഭവിച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അത് കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ വന്യജീവി വിഷയത്തെ ഒരു സംസ്ഥാന ദുരന്തമായിട്ട്, ഒരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്ര നാൾ നമ്മൾ വന്യജീവികൾ വനംവകുപ്പ് മാത്രമാണ് നോക്കേണ്ടത്, വന്യജീവി പ്രശ്നങ്ങളെല്ലാം ഡീൽ ചെയ്യേണ്ടത് വനംവകുപ്പാണ്, വനംവകുപ്പിൻ്റെ പിടിപ്പുകോട് കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇതൊരു നിയമത്തിൻ്റെ പ്രാധാന്യത്തോട് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് വനംവകുപ്പിന് മാത്രം കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇതൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനം അതിനകത്ത് വരികയും ഇതൊരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു വിഷയം ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ 10 കർമ്മ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനകത്ത് നേരത്തെ നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികൻ പറഞ്ഞതുപോലെ വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കുന്ന പരിപാടികൾ നടത്തണം എന്നുള്ളതാണ്. അതിന് മിഷൻ ഫുഡ് ഫോർ വാട്ടർ എന്ന പദ്ധതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വന്യജീവികൾ സാധാരണ കാടുകളിലുള്ള ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അധിനിവേശ സസ്യങ്ങളിലേക്ക് കടന്നുകയറ്റമൊക്കെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞിട്ടില്ല. അതിൽ കാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല ഭക്ഷണങ്ങൾ പുറത്ത് കിട്ടുന്നു എന്നുള്ളതാണ് വന്യജീവികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ അധിനിവേശ സസ്യങ്ങളെ ഒഴിവാക്കി അവിടെ വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലുകളും മറ്റ് വൃക്ഷങ്ങളൊക്കെ വച്ചുപിടിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേനൽക്കാലങ്ങളിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത കുറയുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാനുള്ള ചാൻസുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാ വനമേഖലകളിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും വേനൽക്കാലങ്ങളിൽ വെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വേറൊരു പദ്ധതി ഉള്ളത് കർഷക വൈൽഡ് പിഗാണ്. വൈൽഡ് പിഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മിഷനും കൂടി വനംവകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം കാട്ടുപന്നി സംരക്ഷിത വന്യജീവിയാണ്. ഇപ്പോൾ അത് ഷെഡ്യൂൾ 2 പെടുത്തിയിട്ടുള്ള ഒരു വന്യജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. വനംവകുപ്പ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ഒരു വകുപ്പ് എന്നുള്ളതാണ് അതിനകത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സംസ്ഥാന സർക്കാരിന് മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല. കാരണം വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിയന്ത്രിതമായിട്ട് വന്യജീവി വൈൽഡ് ലൈഫ് വാർഡൻ്റെ അധികാരം ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഇപ്പോൾ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്നിട്ടുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു അധികാരിയുടെ പേരാണ്. ആ അധികാരിക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിക്ക് നാശം ഉണ്ടാക്കുന്ന വന്യജീവിയായ കാട്ടുപന്നിയെ മാത്രം, മുള്ളംപന്നി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. പന്നിയല്ലേ എന്ന് വെച്ചിട്ട് മുള്ളംപന്നിയെ വെടിവെച്ച് എന്നൊരു പരിപാടി നടപ്പാക്കരുത്. കാരണം അത് വേറെ ഷെഡ്യൂളിൽപ്പെട്ട കാര്യമാണ്. കാട്ടുപന്നിയെ മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവ് കൊടുത്തിട്ട് യഥാർത്ഥത്തിൽ വെടിവെച്ച് കൊല്ലേണ്ട കാര്യം. അപ്പോൾ അതിനെതിരെ കുറേ വിമർശനങ്ങൾ വരാറുണ്ട്. കാരണം കാട്ടുപന്നിയെ വെറുതെ കുഴിച്ചിടേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിച്ചുകൂടെ? കാരണം നിയമപ്രകാരം അത് സാധ്യമല്ല.
അപ്പോൾ നിയമമല്ലാത്തൊരു കാര്യത്തിന് സംസ്ഥാന സർക്കാരിന് എസ് എന്നോ അല്ലെങ്കിൽ വനംവകുപ്പിന് എസ് എന്ന് പറയാൻ സാധിക്കില്ല. അത് കേന്ദ്ര നിയമത്തിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്യജീവിയെ വെടിവെക്കാൻ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഷൂട്ടർമാരുടെ ലഭ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മിഷന്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും പാനൽ ഷൂട്ടർമാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷൂട്ടറായിട്ടുള്ള ആൾക്കാർ, അത് സ്വന്തം സംരക്ഷണത്തിനായാലും കൃഷിയുടെ ഉപയോഗത്തിനായിട്ടായാലും ഉള്ള ലൈസൻസ് ഉള്ള ആൾക്കാരെ ആ പഞ്ചായത്ത് പരിധിയിൽ അവരെ അധികാരപ്പെടുത്തി കാട്ടുപന്നി വെടിവെച്ച് കൊടുക്കാൻ ഉത്തരവ് അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുക്കാനുള്ള അധികാരം ഇപ്പോഴുണ്ട്. അത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ രജിസ്റ്ററുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് പഞ്ചായത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമാണ്. നാളെ ഒരു വിവാഹാവകാശം ചോദിച്ചാലും ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് എത്ര പന്നിയെ വെടിവെച്ച് കൊണ്ടിട്ടുണ്ട്, ഈ ഒരു ഉത്തരവ് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് കോടതി പോലും നിരീക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് അത് എഴുതി സൂക്ഷിക്കേണ്ടത് പഞ്ചായത്തുകളുടെ കടമയാണ്. പിന്നെ ഇത് വെടിവെക്കുന്നവർക്ക് അതിനുള്ള റെമ്യൂണറേഷൻ അതും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000 രൂപ വെച്ച് വെടിവെക്കുന്ന ആൾക്കാർക്കും അതിനെ കുഴിച്ചിടുന്നതിനും മറവ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള 1500 രൂപ, അങ്ങനെ 2500 രൂപ പഞ്ചായത്തുകൾക്ക് നേരിട്ട് കൊടുക്കാവുന്നതാണ്. അത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും റീഇംബേഴ്സ് ചെയ്ത് പഞ്ചായത്തുകൾക്ക് കിട്ടുന്നതാണ്. അതിനുള്ള വ്യക്തമായ ഉത്തരവുകളെല്ലാം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതെല്ലാം പഞ്ചായത്തുകൾ മനസ്സിലാക്കേണ്ടതാണ്, കർഷകരും മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളത്. പിന്നെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ പ്രാദേശിക തലത്തിൽ, നമ്മൾ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ജനജാഗ്രതാ സമിതികളുണ്ട്. ഈ ജനജാഗ്രതാ സമിതികളിലാണ് ഇതേപോലുള്ള പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കർഷകരുടെ പ്രശ്നങ്ങളും വന്യജീവി പ്രശ്നങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വേദി എന്ന് പറയുന്നത് ജനജാഗ്രതാ സമിതിയാണ്. ആ ജനജാഗ്രതാ സമിതിയുടെ കീഴിൽ ഇപ്പോൾ പ്രാഥമിക സന്നദ്ധ സേന എന്ന് പറഞ്ഞിട്ടുള്ള സന്നദ്ധ സേനകളും ആ തദ്ദേശത്തിൽ ഉൾപ്പെടുത്തി ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ, ഏറ്റവും ബേസ് ലെവലിലുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രാദേശിക സമിതികൾ ജനജാഗ്രത സമിതികളായിട്ടുണ്ട്. പിന്നെ പ്രാദേശിക സമിതികൾ അതാത് MLA-മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റികൾ, പ്രാദേശിക സമിതിയും സർക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ജില്ലാ സമിതികളുണ്ട്. ഈ ജില്ലാ സമിതികളിൽ അതാത് ബന്ധപ്പെട്ട ജില്ലകളുടെ ചാർജുള്ള മന്ത്രിയും അതിനകത്തുള്ള എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് പങ്കാളികളാണ്. ആ ജില്ലാതല സമിതി രണ്ടാമത്തെ പ്രാവശ്യം കൂടിയപ്പോൾ, കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ എടുത്ത തീരുമാനമാണ് ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും കർഷകരിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഞാൻ ഈ മലയോര മേഖലക്കാരനാണ്. എൻ്റെ പൂർവികരൊക്കെ പുനംകൃഷി ചെയ്തിട്ടാണ് ഈ നാട്ടിലൊക്കെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് പുനംകൃഷി എന്ന് പറയുന്നത് കാട്ടിനുള്ളിൽ കാട് വെട്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ കാട്ടിൻ്റെ വെളിയിൽ നമ്മൾ കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാൻ വന്യജീവികൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറി കൃഷി ചെയ്തിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ കർഷകരാണ് യഥാർത്ഥത്തിൽ കൃഷിയെ വികസിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കാർഷിക സാമ്പത്തിക വ്യവസ്ഥയിലാണ് നിലനിർത്തുന്നത്. കർഷകരാണ് നമ്മുടെ നട്ടല്. കാരണം കർഷകരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല. കാരണം വന്യജീവി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ഏരിയകളിലാണ് കൂടുതലായിട്ട് ഒരു കാട്ടുപന്നിയുടെ ശല്യം കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോഴാണെങ്കിൽ മിക്കവാറും കണ്ണൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും തന്നെ ഒരു നഗരപ്രദേശങ്ങളിൽ നടക്കിയ ഒരു കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. നമ്മൾ ജൂൺ ആദ്യ വാരത്തിൽ നമ്മളൊരു DKS പദ്ധതി പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഏകദേശം
അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് കാട്ടുപന്നിക്കുണ്ട്. അപ്പം നമ്മൾ വിവിധ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച വിവിധ മാർഗങ്ങൾ സംയോജിപ്പിച്ചിട്ടുള്ള രീതികളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് ജൈവ രീതികളുണ്ട്, യാന്ത്രിക മാർഗങ്ങളുണ്ട്, അതുപോലെ തന്നെ കുര്യൻ ചേട്ടനെ പോലുള്ള കർഷകർ കണ്ടുപിടിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് കർഷക കണ്ടുപിടുത്തങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ സംയോജിപ്പിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ ഈ ഓരോ രീതികളിലോട്ട് ഓരോ നിയന്ത്രണ മാർഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ കാട്ടുപന്നിക്ക് ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഈ കാട്ടുപന്നിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ആദ്യം ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് ഈ ഒരു കാട്ടുപന്നിയുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാം. കൂടുതൽ എന്താണ് ഒരു സന്ധ്യ സമയത്തിന് ശേഷം രാത്രി സമയങ്ങളിലാണ് അത് ഭക്ഷണം തേടി വരുന്നത്. കാട്ടുപന്നികൾ കൂടുതൽ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഒരു മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാട്ടുപന്നി എന്താണ് വളരെയധികം ബുദ്ധിശക്തിയുള്ള ഒരു ഓർമ്മശക്തിയുള്ള ഒരു ജീവിയാണ്. അപ്പോൾ അത് ഒരു തവണ ഒരു സ്ഥലത്ത് ഭക്ഷണം തേടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് വീണ്ടും അത് കാലാകാലം ആ സ്ഥലം ഓർത്തിരിക്കാനും അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും ഉള്ളൊരു കഴിവ് കാട്ടുപന്നിക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിനൊരു ടെറിറ്റോറിയൽ ബിഹേവിയർ എന്ന് പറയും. അതായത് നമ്മൾ അറിയാം, നായ്ക്കളുടെ കാര്യം ഓർത്താൽ മതി. അവരുടെ ഒരു ഏരിയയിലോട്ട് മറ്റ് നായ്കൾ വരാൻ അവർ സമ്മതിക്കില്ല. പന്നികൾക്കും ആ ഒരു സ്വഭാവമുണ്ട്. ആൺപന്നിയാണെങ്കിലും പെൺപന്നിയാണെങ്കിലും പെൺപന്നിയെല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഏരിയയിലേക്ക് പുതിയ മറ്റ് പന്നികളെ വരാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പന്നികളുടെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ കൂടുതലും വളരെയധികം അന്നജം അടങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് കൂടുതലും ഈ കിഴങ്ങ് വർഗ്ഗ വിളകളെല്ലാം കഴിക്കുന്നത്. അന്നജം നമ്മളുടെ പോലെ തന്നെയാണ് ഒരുപാട് പഞ്ചസാര അടങ്ങിയതും അന്നജം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനാണ് കൂടുതൽ പന്നികൾക്ക് താല്പര്യം. എന്താണ് അതുപോലെ ഇത് മണ്ണിരയെ ഭക്ഷിക്കും. അതൊന്നും ഈ പറഞ്ഞ ഭക്ഷണം ഇല്ലെങ്കിൽ കൂടുതൽ അത് മണ്ണിരയെ ഭക്ഷിക്കും. അതുപോലെ തന്നെ ചെറിയ പ്രാണികളെ നശിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഈ പന്നി എന്ന് പറയുന്നത് അതിന് ശരിക്കുമുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാടാണ്. അപ്പോൾ ഈ കാടുകളിൽ പന്നി ഉണ്ടാവുന്നത് അവിടെ എന്താണ് ഈ പറഞ്ഞ കീടങ്ങളെ നശിപ്പിക്കാനും അതിൻ്റെ മണ്ണ് സംരക്ഷിക്കാനൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മളുടെ കാർഷിക വിളകളിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്. പിന്നെ പന്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് അതിന് മണം പിടിക്കാനുള്ള കഴിവ്. അപ്പം അതുകൊണ്ടാണ് മണ്ണിൻ്റെ അടിയിലുള്ള കിഴങ്ങിൻ്റെ മണം പോലും അതിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ വളരെയധികം അതിനെ സ്മെല്ല് പിടിക്കാനുള്ള ഒരു കഴിവുണ്ട് പന്നിക്ക്. പിന്നെ പന്നിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ശരീര താപനില നിലനിർത്താനും അതുപോലെ തന്നെ അതിന് മറ്റു രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും വേണ്ടിയിട്ട് ഇത് ചെളിയിൽ കിടന്ന് ഉരുളുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ മിക്കവാറും ഈ പന്നികൾ കൂടുതലും കാണപ്പെടുക ഇതുപോലെ കുളങ്ങൾ, തോടുകൾ, പുഴകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് പന്നികൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ ഒരു സ്വഭാവം കൂടിയാണ് പന്നിക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യുക. ജസ്റ്റ് ഞാനൊന്ന് നോക്കി പറയുന്നതേ ഉള്ളൂ. നമ്മളുടെ ആൺ കാട്ടുപന്നിയാണെങ്കിലും പെൺ കാട്ടുപന്നിയാണെങ്കിലും വളരെ ഒരു 6-7 മാസത്തിനുള്ളിൽ അത് പ്രായപൂർത്തിയാകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു പെൺ കാട്ടുപന്നിക്ക് ഏകദേശം 6 മുതൽ 12 എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ മിക്കവാറും സമയങ്ങളിൽ ഒരു 10 മുതൽ 12 വരെ കുഞ്ഞുങ്ങളെല്ലാം അത് ഒരു ഒറ്റ പ്രസവത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പന്നിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതെല്ലാം. മെയിനായിട്ടുള്ള അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് നിയന്ത്രണ മാർഗങ്ങൾ. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, ഈ മൈക്കൂടെ അല്ലെ ബുക്കിവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കയ്യോട് കയറി പോകുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. മുഴുവൻ സമയ കർഷകനാണ്.
പിന്നെ അറിയുന്നവരൊക്കെ ഉണ്ടെന്ന്. ഞാൻ രാജഗിരി സ്വദേശിയാണ്. തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് 250 മീറ്ററേ ഉള്ളൂ എൻ്റെ കൃഷിയിടത്തിലേക്ക്. എനിക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് തലക്കാവേരി അമ്പലത്തിലെ വിളക്ക് കാണാം. എന്തൊക്കെ മൃഗങ്ങൾ കേരളത്തിലെ കാടുകളിലുള്ളൂ അതെല്ലാം ആ കാട്ടിലുള്ളൂ, ആന ഉൾപ്പെടെ. അപ്പം ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആനയും പന്നിയും നമുക്ക് ഫെൻസിങ് കൊണ്ട് നിയന്ത്രിക്കാം. അപ്പം ഞാൻ ഈ ഫോർമുല നിങ്ങൾക്ക് തരുന്നത് കുരങ്ങിൻ്റേതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എഴുതിയെടുക്കണം. അതിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഫലപ്രദമായിട്ട് കേരളത്തിലും വിദേശത്തും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കർഷകർക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോർമുല വൈകയിൽ അവതരിപ്പിച്ച് അംഗീകാരം കിട്ടിയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഇതിങ്ങനെ കർഷകർക്ക് കൊടുക്കാൻ വൈകിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം കൃഷി വകുപ്പിന് ഈ കാര്യങ്ങൾ അറിയാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ ഈ സംഗതികളുണ്ട്. പന്നിയുടെ മരുന്ന് നിലവിൽ 3 വർഷമായിട്ട് ഫലപ്രദമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഫോർമുല പുറത്ത് വിട്ടിട്ടില്ല. അതിൻ്റെ കാരണം പറയാം. ഒരു കർഷകൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കൂടി അത് റിസർച്ച് ചെയ്തിരിക്കണമെന്നാണ് നമ്മുടെ നിയമം. അപ്പോൾ ആ ഗതികേട് കൊണ്ടാണ് നിങ്ങൾക്ക് തരാൻ മേലാതെ. അതുകൊണ്ട് ക്ഷമിക്കണം. ഞാനത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പം ഒരു ചർച്ചയുടെ രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് ഈ വന്യമൃഗങ്ങളെ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. വന്യമൃഗം നമ്മൾ സംരക്ഷിക്കണം. കാരണം ഇത് നമ്മുടെ എക്കോളജിയുടെ ഭാഗമാണ്. യശസ്വരീയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനം ലോകത്ത്, ചാക്രിക ലേഖനം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കറിയാം, അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അത് ലോകത്തോടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശമാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലൗദത്തോ സി എന്നാണ് അതിൻ്റെ പേര്. എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ പന്നിയെ വെടിവെക്കുന്ന ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊന്നിനെയും ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് നിലനിൽക്കാനാവില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബോധവൽക്കരണം. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാനൊരു ഒറ്റ ഉദാഹരണം ചോദിക്കാം. തേനീച്ച ഇല്ലാതായാൽ മാങ്ങ ഉണ്ടാവുമോ? നിങ്ങൾ അത്രയും ചിന്തിച്ചാൽ മതി. അതായത് നമുക്ക് കീടപ്രതിരോധ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാം, കീടനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് കാടിൻ്റെ സംരക്ഷണത്തിന് വളരെ പ്രധാനമാണ്. കാരണം ഈ കോടതി ഇപ്പോൾ കുരങ്ങില്ലാത്ത വനം നശിക്കും. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു മാർഗമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ശാഖം ചിന്തകൾ നിങ്ങൾക്ക് തരുന്നത് എന്താ കാരണം? കുരങ്ങില്ലെങ്കിൽ ആ കാട് നശിക്കും. ഉദാഹരണത്തിന് കാട്ടിലൊരു മാവ് നിൽപ്പുണ്ട്, ഇത് നിറയെ കായ്ക്കുകയാണ്. അതിൻ്റെ മാമ്പഴം ആ ഒരു രീതി കൊണ്ടുപോകുന്നില്ല, ഒരു പഴം ആരും തിന്നുന്നില്ല. ആ മാങ്ങൻ്റെ മുഴുവൻ അവിടെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ ഈ മാവും പോവും, മുളയ്ക്കുന്ന തൈകളും പിടികിട്ടിയോ? ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അപ്പം വനത്തിൽ എല്ലാത്തരം ജീവജാലങ്ങളും വേണം. അത് നമ്മുടെ ഇക്കോളജിയുടെ ഭാഗമാണ്. അത് ചെയ്യുന്ന ധർമ്മം നമുക്കൊരു പക്ഷേ നെഗറ്റീവായി തോന്നിയാൽ അത് ചെയ്യുന്ന പോസിറ്റീവായ കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അപ്പം ഇതാണ്. അപ്പം നമ്മൾ അന്ധമായ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നതിനേക്കാൾ സമഗ്രമായ, സന്തുലിതമായ, ഏകീകൃതമായ ഒരു പ്രകൃതി സംരക്ഷണമാണ് ആവശ്യം. ഇപ്പോൾ പിന്നെ നമ്മുടെ വനം നിയന്ത്രിത ക്ലിയർ സ്പെൻഡിങ്, ചത്തമരം മുറിക്കൽ. ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ടാണ് രാജഗിരിയിൽ എത്തിയത്. ഈ വയനാട്ടിൽ ഈ തേക്കും മാഞ്ചോ അക്വേഷ്യൊക്കെ നടുന്ന കാലത്ത് അന്നേ വിവരമുള്ളവർ പറഞ്ഞു ഇത് അപകടഘട്ടമാണ്. ഇപ്പം മഞ്ഞക്കൊന്ന അടക്കം വന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ഈ ആനയൊക്കെ മാനന്തവാടി ടൗണിലോട്ടൊക്കെ വന്നത്. കാരണം തീറ്റ തിന്നാൻ അതിനൊന്നുമില്ല. ഗോളിയർ റൺസിലേക്ക് മുള ഇങ്ങനെ കോൺവോയ് അടിസ്ഥാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാനന്തവാടി നിങ്ങൾ കാണുന്ന കാഴ്ചയാണ്. ഇന്ന് കാട്ടിൽ മുളയില്ല. അപ്പോൾ ഈ മുളയൊക്കെ നട്ടുപിടിപ്പിക്കണം. മുള പല വെറൈറ്റി ഉണ്ട്. മുളയുടെ ഗവേഷണ കേന്ദ്രം ഇവിടെ പെരുമ്പാവൂരുണ്ട്. ഉറവ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. തുറു പോലെ വളരുന്ന തരം മുളയുണ്ട്. എനിക്ക് നാർമൽ സാറിനോട് അതാ പറയുന്നത്. അതായത് പുല്ല് പോലെ വളരുകയും ഒരു 10 അടി ഉയരത്തിൽ വളർന്ന സോഫ്റ്റായ മുളയുണ്ട്. അത് ഒന്ന് നട്ടുപിടിപ്പിച്ച് ഇച്ചിരി വിലയുണ്ട് അതിന്. അതിൻ്റെ ഒരു 100 തൈ നട്ടുപിടിപ്പിക്കും. ഒരാനയും ഇങ്ങോട്ട് വരില്ല ആ തീറ്റയ്ക്ക് കയറി. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ പന്നിക്ക് കാട്ടിനകത്തൊന്ന് തീറ്റ നട്ട് വെച്ച് നോക്കി. ഞാൻ അങ്ങനെയൊന്ന് പരീക്ഷിച്ചതാണ്. ഞാൻ എൻ്റെ പറമ്പിൻ്റെ കുറേ അകലെയുള്ള പറമ്പിൽ കാട് പിടിച്ച് കിടക്കുന്ന കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചിട്ട് അവിടെ ചീനിപ്പടൽ എന്ന് പറഞ്ഞാൽ മധുരക്കട ആ ഒരു
വർഷം ഒരൊറ്റ പന്നി എൻ്റെ കൃഷിയിടത്തിൽ വന്നില്ല. ഈ മധുരക്കിഴങ്ങ് മുളയ്ക്കാൻ പറ്റില്ല, ഇലയും തിന്നും കിഴങ്ങ് തിന്നും സ്ഥിരമായിട്ട് അവിടെ കിടന്നു. അപ്പോൾ ഇത്തരം സസ്യങ്ങളെ ഒന്ന് അന്വേഷിച്ചിട്ട് വനത്തിൽ നട്ടുപിടിപ്പിച്ചാൽ പന്നി ആ ബലത്തിൽ നിൽക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വേണ്ടത്. അത് ഇത് നമ്മുടെ പൂർവ്വീയ കർഷകർക്കൊക്കെ അറിയാമായിരുന്നു. അവർ പനം കൃഷി ചെയ്യുമ്പോഴൊക്കെ ഈ ബലത്തിൽ. പിന്നെ നമ്മുടെ കൃഷി സമ്പ്രദായം മാറി. കരണങ്ങൾ എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. മൃഗങ്ങളുടെ പ്രജനന കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി വിത്തിറക്കുന്ന രീതി. ഇപ്പോൾ പനം കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ കുറേ പഠനങ്ങളൊക്കെ നടത്തിയതാണ്. ഇപ്പം നിലവിൽ റെപ്പലൻ മെഡിസിൻ്റെ ഒരു കണ്ടുപിടുത്തം, അത് കുരങ്ങിനെതിരെയുള്ള. ഞാൻ അതിൻ്റെ സയൻസ് നിങ്ങൾക്ക് തരാം. അതിൻ്റെ പിന്നെ അത് എന്തുകൊണ്ടാണ് റെപ്പൽ ചെയ്യുന്നു എന്നതിൻ്റെ സയൻസാണ് നിങ്ങൾക്ക്. ഓരോ കർഷകരും ഗവേഷകരാകണം. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 4 കാര്യങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം. അതിലൊന്ന്, ഒരു ജീവിയുടെ ശത്രു സാന്നിധ്യം അതിനെ അവിടെ നിന്ന് അകറ്റി നിർത്തും. പിന്നെ ഞാൻ പറയാൻ കാരണം, ഈ കാട്ടിൽ ചെന്നായ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങൾക്കറിയാം, ഈ എൻ്റെ വീട്ടിലിരുന്നാൽ കേൾക്കാം ചെന്നായ ചൂളടിക്കുന്നത്. ചെന്നായ വേട്ടയാടുന്ന കേട്ടിട്ടുണ്ട്, സാർമാർക്കൊക്കെ അറിയാം. പക്ഷെ ഇത് ഷൂളയടിക്കും. ഇങ്ങനെ പ്രത്യേക ഒരു സൗണ്ടാണ്, കൂട്ടത്തോടെയാണ്. ഒറ്റയ്ക്ക് ഓരോ മലയിൽ നിന്നിട്ട് ഈ ഷൂളയാണ്. ഈ സമയത്ത് മ്ലാവ്, കാട്ടുപോത്ത്, കേട എല്ലാം ഞങ്ങളുടെ പറമ്പിലേക്ക് പിടികിട്ടും. കാരണം അവരുടെ ശത്രു കാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ആ സെക്കൻഡിൽ ഇത് കടുവ വന്നാലും വരും, പന്നിയും വരും, എല്ലാ സാധനവും വരും. അതായത് ചെറുമൃഗങ്ങളെല്ലാം വരും. അപ്പോൾ ഒന്ന് ശത്രു സാന്നിധ്യം ഒരു കർഷകനെ സംബന്ധിച്ച് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്ന സംഭവം വലിയ പ്രശ്നമാണ്. കാരണം അത് പരിചിതമായി കഴിഞ്ഞാൽ ആ ജീവി അവിടെ തിരിച്ചു വരും. കാരണം ഞങ്ങളത് പരീക്ഷിച്ച് പരാജയപ്പെട്ടത്. അതുകൊണ്ടാണ്. രണ്ടാമത്തേത് റെപ്പലന്റ് മരുന്നുകൾ. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് പ്രതിരോധ മരുന്നുകൾ. മൂന്നാമത്തേത് ഫെൻസിങ്. ഈ ഫെൻസിങ് ഈ പറഞ്ഞ ഫെൻസിങ് അല്ല, ടാറ്റ വൈറോൺ വലകൾ. അത് 3 അടി ഉയരമുള്ളതുണ്ട്. അതിൻ്റെ പ്രോജക്റ്റാണ്. വിഷ്ണു സാർ പോയെന്നാണ് തോന്നുന്നത്. ജില്ലാ പഞ്ചായത്ത് വികസന സമിതി മീറ്റിങ്ങിൽ അന്ന് വഴക്കുണ്ടാക്കിയിട്ടാണ് അതൊന്ന് അവിടെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. കാരണം അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇൻഡിവിജ്വൽ ഫാർമേഴ്സിന് ഇപ്പോൾ KVKക്കൊക്കെ അത് ശുപാർശ ചെയ്യാവുന്നതാണ്. 2 ഏക്കറിൽ ചുറ്റിലൊരു എത്ര വേണമെന്നുള്ളൊരു മെഷർമെൻ്റ് എടുത്തിട്ട് കർഷകൻ്റെ പങ്കാളിത്തത്തോട് കൂടി അത് നടന്നു കഴിഞ്ഞാൽ 10 വർഷം ടാറ്റ കമ്പനി അതിന് ഗ്യാരണ്ടി തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 100 കർഷകരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെജിറ്റബിൾസ്, കിഴങ്ങിൻ്റെ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇക്കോണമിയിലേക്ക് ഭക്ഷണം കിട്ടുന്നത് അതാണ് പച്ചക്കറി അടക്കമാണ്. ആ ഒരു ഇത് ഇപ്പം നമ്മൾ കണക്കാക്കുന്നത് ഈ ഉണ്ടാക്കുന്ന കർഷകരുടെ ഏതാണ്ട് 60% ഉൽപ്പന്നങ്ങൾ കാട്ടുമൃഗങ്ങൾ കിട്ടും. അത് കുരങ്ങായി, പന്നിയായി, ആനയായി. നമ്മൾ ഈ വെള്ളത്തിൽ മാത്രമാണ് ഇത് ശല്യം. അപ്പം ഇതൊരു ശല്യമല്ല. ഈ ഒരു പ്രശ്നം നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഈ എന്നും തമിഴ്നാടിനെയും കർണാടകയിൽ തന്നെ ആശ്രയിക്കുന്നു. അപ്പം അതൊരു കാര്യം. അപ്പോൾ ഈ വേലികളുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കുരങ്ങുകൾ, 3 വർഷമായിട്ട് പന്നികളെ ഞാൻ പ്രതിരോധിച്ച് നിൽക്കുകയാണ്. പിന്നെ രാവിലെ കൂടെ നോക്കിയിട്ട് അവൻ്റെ പന്നിയൊന്നും കപ്പയ്ക്കാതെ വന്നില്ല. അപ്പോൾ നിങ്ങൾ ഇയാൾ എന്നാ ചെയ്യുന്നത്? ഇവിടെ തെങ്ങും ലോങ്ങും മാത്രമല്ല എനിക്കുള്ളത്. നെല്ല് കഴിഞ്ഞാൽ പശു ആടൊന്നും പുല്ല് തിന്നിയാണ്. ഓരോ സാധനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചതെന്ന് കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ ഏകദേശം രൂപം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഈ കുരങ്ങിനുള്ള പ്രതിരോധ മരുന്ന് എങ്ങനെ നിർമ്മിക്കാം, ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വീപ്പ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് അടപ്പുള്ള 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന അടപ്പുള്ള ഒരു പാത്രം, 3 കിലോഗ്രാം മത്തി, നമ്മുടെ സാധാ മത്തി, 2 കിലോഗ്രാം കിളിമീൻ സംശയമുണ്ട്. നമ്മുടെ ഈ പുയ്യാപ്പളക്കോര എന്ന് പറയുന്നത് അത്. ഈ മീൻ ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇത് ഭയങ്കര ഒഴുകുവാണോ ഈ മത്തിക്കും കിളിമീനും. 2 കിലോഗ്രാം ശർക്കര, 1 ലിറ്റർ വേപ്പെണ്ണ, 30 ഗ്രാം ബാർ സോപ്പ്, 5 കോഴിമുട്ട അല്ലെങ്കിൽ താറാവ് മുട്ട, എല്ലാം നല്ല നല്ല സാധനങ്ങളാണ്. ഏതെങ്കിലും മൃഗത്തിൻ്റെ 1/2 കിലോ മാംസം, കോഴിയുടെ അല്ല, ഏതെങ്കിലും മൃഗത്തിൻ്റെ 1/2 കിലോ മാംസം. ഇത്രയും സാധനമാണ് ഈ കുരങ്ങിൻ്റെ റെപ്പലൻ മെഡിസിൻ നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം. ഇതെല്ലാം നമുക്ക് വീട്ടിൽ ഒന്നുകൂടെ പറയാം. 20 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു വീപ്പ, 3 കിലോഗ്രാം മത്തി, 2 കിലോഗ്രാം കിളിമീൻ, 2 കിലോഗ്രാം ശർക്കര,
1 ലിറ്റർ വേപ്പെണ്ണ, 30 ഗ്രാം ബാർ സോപ്പ്, 5 കോഴിമുട്ട, ഏതെങ്കിലും മൃഗത്തിൻ്റെ 1/2 കിലോ മാംസം. ഈ നിർമ്മാണ രീതി. ഈ ശർക്കര നന്നായിട്ട് പൊടിച്ച് എടുത്തു വയ്ക്കണം. ശർക്കര നന്നായി പൊടിച്ചെടുത്തിട്ട് മീൻ നമുക്കിവിടെ കിട്ടുന്നത് ഫോർമാലിൻ ചേർത്തതായതുകൊണ്ട് ഉപ്പിട്ട ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും. കഴുകിയെടുത്ത വെള്ളം പോയി കഴിയുമ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് കൊത്തി അരിഞ്ഞ് ഈ ബക്കറ്റിലിട്ട് വയ്ക്കുക. ശ്രദ്ധിക്കണേ, ശർക്കര നന്നായി പൊടിച്ച് മീൻ ഫോർമാലിൻ ചേർത്തതായതുകൊണ്ട് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ബക്കറ്റിലിട്ട് വയ്ക്കുക. അതിൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാൻ ഞാൻ പറയാം. അതിനുശേഷം 5 കോഴിമുട്ട തൊണ്ടോട് കൂടി പൊട്ടിച്ച് അതിനകത്ത് ഇടുക. കാരണം ആ കാൽസ്യത്തിൽ മുട്ടത്തോടിന് അതിനകത്തൊരു പ്രവർത്തനമാണ്. തൊണ്ടോട് കൂടി പൊട്ടിച്ച് അതിനകത്ത് ഇടുക. ഈ കൂട്ട് വെല്ലം, മീന, മുട്ട ഈ കൂട്ട് അടച്ചു വയ്ക്കുക. വെള്ളം ഒഴിക്കരുത്. 5 മുതൽ 7 ദിവസം വരെ ഇത് സൂക്ഷിക്കുക. അപ്പോഴത്തേക്ക് ഈ മീൻ അതിൽ അരിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഫിഷ് അമിനാസിഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് അറിയാം. 1 ലിറ്റർ വേപ്പെണ്ണ 5 ലിറ്റർ വെള്ളത്തിൽ 30 ഗ്രാം ബാർ സോപ്പ് കൂടി ലയിപ്പിച്ച ശേഷം ലയിപ്പിച്ചെടുക്കുക. അത് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പൊ കർഷക സഭയിലൊക്കെ പറഞ്ഞവർ ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ എഴുതി എടുക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതായത് 5 ലിറ്റർ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിന് 30 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. അതിലേക്ക് ഈ വേപ്പെണ്ണ ചേർത്ത് ഇളക്കിയെടുക്കുക. പിടിക്കുക. ആ ലായനി ഈ 5 ദിവസത്തിന് ശേഷം മീനും ശർക്കരയും മുട്ടയും ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇത് ഒരു 7 ലിറ്റർ സാധനമുണ്ടാവും. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ലായനി റെഡിയായി. ഇതിനെ നമ്മൾ അരിപ്പയിലൊന്നും അരിച്ചാൽ കിട്ടിയല്ല, കാരണം ഇതൊരു കൊഴുത്ത ദ്രാവകമാണ്. എന്തോ പറയാം. അതായത് ലിസ്റ്റ് എഴുതിയെടുത്തല്ലോ. ഒന്നുകൂടെ പറയാം. ശർക്കര നന്നായിട്ട് പൊടിക്കുക. പൊടിച്ച് പാത്രത്തിൽ വയ്ക്കുക. മീൻ നന്നായിട്ട് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കഴുകുക. കാരണം നമുക്ക് കിട്ടുന്ന മത്സ്യം മുഴുവനും ഫോർമാലിൻ ചേർത്തതായതുകൊണ്ടാണ്. ഏറ്റവും മോശം മത്തി മേടിച്ചാൽ മതി കേട്ടോ. ഏറ്റവും മോശം കിളിമീൻ മേടിച്ചാൽ മതി. കാരണം വലിയ വിലയുടെ ഒന്നും പോയി വാങ്ങരുത്. ഞാൻ ഇതൊരു ചെറിയ മെഷർമെൻ്റാണ് പറയുന്നത്. നിങ്ങൾക്ക് കർഷക സംഘങ്ങൾക്കൊക്കെ കൂട്ടായിട്ട് 10 - 25 കിലോയുടെ സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പം ഇത് പലരോട് ഉണ്ടാക്കി തരുമോ? അങ്ങനെ ഇത് ഉണ്ടാക്കി തരാൻ ഈ 300 രൂപ മത്തി മേടിച്ച് ഞാനിത് ഉണ്ടാക്കി കൊടുത്ത് ഈ ചേട്ടൻ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പെടും. അതുകൊണ്ട് ഇത് പറഞ്ഞു തരുക. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. അതുകൊണ്ട് ഇതാണ് ചൂടുവെള്ളത്തിൽ മീൻ കഴുകി കൊത്തി അരിഞ്ഞെടുക്കുക. ശർക്കരയും മീനും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കുക. അതിനകത്തേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചിടുക. തൊണ്ട് കളയരുത്, പൊട്ടിച്ചിടുക. മൂടി വെക്കുക. 5 ദിവസത്തിന് ശേഷം 5 ലിറ്റർ വെള്ളം ചെറിയ ചൂടുവെള്ളം ചെറുതായി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 30 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. ആ ലായനിയിലേക്ക് വേപ്പെണ്ണ ചേർത്ത് നന്നായിട്ട് ഇറക്കുക. ചെറിയൊരു പാല് നിറം ഉണ്ടാവും. ആ ലായനിയെ മീനും ശർക്കരയും മുട്ട ഇരിക്കുന്ന ബക്കറ്റിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇതിനെ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഗ്രീൻ നെറ്റ് ഇല്ലേ നമ്മുടെ, അതിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക. ഈ പിഴിഞ്ഞെടുത്ത സ്റ്റോക്ക് ലായനിയിലേക്ക് ഒരു സാധനം ബാക്കിയുണ്ട്. 1/2 കിലോ മാംസം. ഇത് ചുട്ട് കരിച്ച് പൊടിച്ചെടുക്കുക. അതിന് ചുട്ട് കരിക്കാൻ ഇപ്പം അങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഈ റോബിൻസിൽ ചിലപ്പോൾ ഗ്രില്ലാക്കുന്ന സ്ഥലമുണ്ടാവും. നമ്മൾ മേടിച്ച് കൊടുത്തിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരുമ്പോഴേക്കും അവരത് കരിച്ച് തരും. കാരണം ഈ വളരെ എളുപ്പം. ഞാനങ്ങനെ അവിടെ ചെയ്യുന്നു. ചുട്ട് കരിച്ച് ഇത് എന്തിനാണെന്ന് പറയാം. അപ്പോഴാണ് നമുക്ക് എൻ്റെ ഗൗരവം മനസ്സിലാവും. ഈ പൊടി കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം, ഇളക്കി. പ്രിയപ്പെട്ടവരെ, ഈ ലായനി 1 ലിറ്റർ എടുത്ത് ആദ്യത്തെ സ്പ്രേ 10 ലിറ്റർ നിറച്ചെടുക്കും. അതായത് 3 മാസം മുതൽ 4 മാസം വരെ ഇതിന് കിട്ടും. രണ്ടാമത്തെ സ്പ്രേ 3 മാസത്തിന് ശേഷം നിങ്ങൾ അടിച്ചാൽ ഇത് 15 ലിറ്ററിൽ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യും. ഇത് ചെടികളിൽ സമൂലം അടിക്കണം. കാരണം ഇതൊരു വളമാണ്. പോളിയർ ആപ്ലിക്കേഷനുള്ള വളമാണ്. ഒപ്പം ഈ കുരങ്ങിനെ പറഞ്ഞു വിടും. കുരങ്ങ് മാത്രമല്ല, ഇത് ഗോവയിൽ ഒരു മാവിൻ തോട്ടത്തിൽ ഉപയോഗിച്ചിട്ട് അവർ പറഞ്ഞത് കാട്ടുപോത്തൻ, മ്ലാവ്, കേഴ് ഒന്നും പിന്നെ വന്നിട്ടില്ല എന്നാണ്. അപ്പം നമ്മുടെ പശുക്കളും പുല്ല് തിന്നില്ല ഇത് അടിച്ചു കഴിഞ്ഞാൽ. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ കുരങ്ങിനെ മാറ്റും? കുരങ്ങ് സാധാരണ പോലെ വരും.
സാധാരണ പോലെ വരുമ്പോൾ ഇതിൻ്റെ കയ്യെ പറ്റും. ഇപ്പോൾ ഹൈ റേഞ്ചിലുള്ളവർ അതിൻ്റെ വീഡിയോ ഇട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ അത് കിട്ടുന്നില്ല. ഞാനത് ഇവിടെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കയ്യെ പറ്റി കഴിയുമ്പോൾ ആദ്യം ഇത് ഇവിടെ ഇട്ടങ്ങ് തൂക്കും, പിന്നെ മരത്തേലിട്ട് തൂക്കും, പിന്നെ തൂക്കുന്നതോടെ ഇത് കയ്യെ പറ്റും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് പിന്നെയും തൂക്കുന്നതോടെ കയ്യെ പറ്റും. ഇത് എന്ത് ഇല പറിച്ചാൽ ഈ കയ്യിൽ ഈ മണമുള്ളതുകൊണ്ട് ഇതിന് തീറ്റ തിന്നാൻ പറ്റില്ല. കുറഞ്ഞൊരു 10 ദിവസത്തേന് ഇത് ഉപവാസമായിരിക്കും. ഈ മണം ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ശരിക്കും. അപ്പം ഇത് അകന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാ കുരങ്ങിൻ്റെയും മേത്ത് ഇത് പറ്റിയിട്ടുണ്ട്. ഇവർ 10, 100, 50 കൂട്ടം എൻ്റെ അടുത്ത് വരും. ഒരൊറ്റ എണ്ണമില്ലാതെ അടിച്ച് പിരിഞ്ഞു, തമ്മിലടിച്ച് ഒറ്റ തിരിഞ്ഞു. അതിന് കാരണം എന്താ? ഇതൊരു കുടുംബകലയ്ക്കാവും. അതും പറഞ്ഞേക്കാം. അതായത് മറ്റേ ഒരു കുരങ്ങിൻ്റെ കാരണം അതിൻ്റെ മണമായി ഇവൻ ആണ്ട് കൊടുക്കും. അപ്പം ഇവൻ്റെ മണം അവന് കിട്ടും. അങ്ങനെ ഇത് അടിച്ച് പിരിഞ്ഞു. ഇത് ചിലപ്പോൾ ക്രൂരാന്ന് തോന്നും, പക്ഷെ മാർഗമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഒന്നും സംഭവിക്കില്ല. ഇതുങ്ങൾ ഈ ഗന്ധം ഉള്ളിടത്ത് പിന്നെ ഇര തേടി വരില്ല. പിടികിട്ടി. ഇനി ഇതിൽ മീനിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് മാംസം കത്തിച്ച് ചേർക്കുന്നു? മനുഷ്യനെ അപേക്ഷിച്ച് മൃഗങ്ങളുടെ ഘ്രാണശേഷി 120 മടങ്ങ്. 120 മടങ്ങ്. അപ്പം നമുക്കിതിന് ആദ്യം നമുക്ക് നടത്താം. എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ തന്നെ സോൾവ് ആവും. ഓരോ കർഷകരെ ഇതിന് ചെയ്യേണ്ട കാര്യമില്ല. പഞ്ചായത്തിൽ ഫണ്ടുണ്ടെങ്കിൽ ആ ഫണ്ട് ഉപയോഗിക്കുക, ഫോറസ്റ്റിൻ്റെ ബോർഡറിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് കുരങ്ങ് വരുന്നത് നിൽക്കും, പന്നി വരുന്നത് നിൽക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. പ്രസിഡന്റ് പന്നി വരുന്ന സത്യം ഫോറസ്റ്റിൽ അല്ല, നമ്മുടെ സത്യം നാട്ടിൽ തന്നെയാണ് പന്നികളുള്ളത്. ഫോറസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അതിപ്പം നാട്ടിൻപുറത്തുണ്ടെങ്കിൽ ആ നാട്ടിൻപുറത്ത് ആൾക്കാരെ കാട് വെട്ടിത്തെളിക്കണം. അത് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണത്. അത് എല്ലാം സർക്കാർ ചെയ്യണമെന്ന് പറയുന്നതല്ല. ഇതിപ്പോൾ ഈ പഞ്ചായത്തിന് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് ഇതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രദേശത്ത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ആഴത്തെ പോലുള്ള ആ സ്ഥലത്ത് ആനയുടെ ശല്യം, ആ ഒരു ഏരിയയിൽ ഡ്രോൺ കൊണ്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അവസാനിക്കുമെങ്കിൽ ചെറിയ കോസ്റ്റ് തീർച്ചയുള്ളൂ. ആനപ്പതിനും കാര്യങ്ങൾ ആവശ്യമില്ല. തീർച്ചയായും നല്ലൊരു സദസ്യമാണ്. അല്ല, ഈ പറയുന്ന പോലെ ഒരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അതിന് അത്രയും കോസ്റ്റ് വരുന്നുള്ളൂ. അതൊക്കെ സർക്കാർ ഫലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ പന്നി കേന്ദ്ര തലത്തിലുള്ളതാണെന്ന് പറയുന്നു. പന്നി ഉപയോഗിക്കുന്നത് അത് അത്രയും പോഷകമായ ഒരു സാധനം നശിപ്പിച്ച് കത്തിച്ച് കളയുകയാണ്. അതിന് കോസ്റ്റ് അതിന് മേലെ മുടക്കാണ്. അപ്പോൾ ആ സാധനത്തെ നമുക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്ഷൻ ചെയ്യുക. അതിന് വേണ്ട കോസ്റ്റ് കൂടെ അതിൽ നിന്ന് കിട്ടും. ഈ റൈഫിൾ ചെയ്യുന്നവർക്കും അതിനെ ക്രിമേറ്റ് ചെയ്യാൻ വേണ്ട കോസ്റ്റും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ഒരു സാധനത്തെ ഓപ്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. സെൻട്രലുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ആൾക്കാർ പ്രതിനിധികൾ അവിടെ പോകണം, സംസാരിക്കണം. അപ്പോൾ അവിടെ നിയമം കൊണ്ടുവരാൻ സാധിക്കണം. കാരണം ഈ കാലഘട്ടപ്പെട്ട നിയമങ്ങൾ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. മനുഷ്യ ഉപയോഗപ്പെട്ട രീതിയിൽ അതിനെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അതോട് കാര്യമുള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എല്ലാം സർക്കാർ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന് പ്രായോഗികമായിട്ട് നല്ലത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം ഒരു ഫോറസ്റ്റിൻ്റെ ബോർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പുറത്ത് ഇങ്ങോട്ട് വരില്ല, പന്നി വരില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അതിന് തരുത്തണം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും നിർദ്ദേശമാണ്. തീർച്ചയായും വളരെ നല്ലൊരു നിർദ്ദേശമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞ സർക്കാർ തലത്തിൽ വരേണ്ട പോളിസി ഡിസിഷൻസ് ആണ്. തീർച്ചയായും നമുക്കപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ നമ്മളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പന്നിക്കായാലും മറ്റ് വന്യമൃഗങ്ങൾക്കായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ പരിചയപ്പെടുത്തി ഇതെല്ലാം കർഷകർക്കും അറിയുന്ന കാര്യങ്ങളുമാണ്. ഞങ്ങൾക്കറിയേണ്ടത് ഇത് ഗവൺമെൻറ് തലത്തിലായാലും മറ്റേതെങ്കിലും തലത്തിൽ ഇതിനുള്ള സഹായം വ്യത്യസ്ത സംഘടനകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സോളാർ ഫെൻസിങ്, ഈ ഫെൻസിങ്ങിന് എന്തെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടുമെന്നുള്ളതാണ്. അല്ലാതെ ഇതിനെ പരിചയപ്പെടുത്താൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പേപ്പറിലൂടെയും യൂട്യൂബിലെയും ഫേസ്ബുക്കിലൂടെയും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ സോളാർ വേരിയിടുക അല്ലെങ്കിൽ മറ്റുള്ള വേരിയിടുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഗവൺമെൻറ് തലത്തിൽ എന്ത് സഹായം കിട്ടും, ഇത് പ്രാക്ടിക്കലാകാൻ ഞങ്ങൾക്ക് എന്ത് സഹായം കിട്ടും, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതെ, അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. സോളാർ ഫെൻസിങ് നമ്മൾ നാട്ടുകാർക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്ത് നടത്തി. അതിൻ്റെ സംരക്ഷണം വനംവകുപ്പ് പഞ്ചായത്ത് ചെയ്തിരുന്നില്ല, ഒരു ഏജൻസിയായിട്ട് സഹായിക്കുന്നില്ല. പിന്നെ വേറെ കാര്യം, ആർല ഫാം വയക്കേറ്റ് കാട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ കാട്ടുമൃഗങ്ങൾ ലഭിക്കും. അതും ചെയ്യണം. പുഴകൾ മൊത്തം വനങ്ങളാണ്.
പുഴകളില്ല, വനങ്ങളായി. അതും ക്ലീൻ ചെയ്ത് പുഴയുടെ കണ്ടീഷനിൽ കൊണ്ടുപോകണം. അത് നമുക്ക് പറയാം. ഇതിൻ്റെ ക്ലാസ് ഇതിൻ്റെ ഒരു 5-8 കൊല്ലമായിട്ട് കുരങ്ങിനെ പ്രതിരോധിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ വിജയപ്രദമാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് കാർഷിക മേഖലയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 കൊല്ലമായിട്ടും ഈ കാർഷിക മേഖലയിൽ എല്ലാ ഒന്നിനും കർഷകത്തിനെ ആകർഷിക്കുന്നുണ്ട്. അവിടെ ഈ വിഷയം എന്തുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെ നടപ്പാക്കാമെന്ന് നമ്മുടെ കൃഷി വകുപ്പ് എന്നോട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2024 നവംബർ മാസം 14-ാം തീയതി കുട്ടൂർ പഞ്ചായത്തിലെ 516 കർഷകർ ഒപ്പിട്ട ഒരു നിവേദനം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ആലപ്പുഴ വെച്ചപ്പോൾ അതിനൊരു മറുപടി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അത് സംസ്ഥാന കൃഷി വകുപ്പ് ഡയറക്ടർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നല്ലാതെ ഇതുവരെ യാതൊരു മറുപടി അവിടുന്ന് ഇങ്ങോട്ട് വന്നില്ല. കുരങ്ങിൻ്റെ കാര്യം മാത്രമാണ് അത് പരാമർശിച്ചത്. അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ കണ്ണൂർ ജില്ലാ കൃഷി വകുപ്പ് ഡയറക്ടർക്ക് കൊടുത്തു, സംസ്ഥാന ഡയറക്ടർക്ക് കൊടുത്തു. ഇതുവരെ ഒരു നിർദ്ദേശവും അല്ല നിങ്ങളുടെ ഒരു കത്ത് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിന് ഇന്ന നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ നടത്തിയ പരാതി പരിഹാര അദാലത്തിൽ 103ാമത്തെ പരാതിയായിട്ട് കണ്ണൂർ ഇരിട്ടി താലൂക്കിൽ കൊടുത്തു. 516 ഒപ്പിട്ടതാണ് എൻ്റെ കയ്യിലുണ്ട്, എല്ലാ രേഖയായിരുന്നു. ഇതുവരെ ഒരു മറുപടി കൃഷി വകുപ്പ് തന്നിട്ടില്ല. അല്ലെങ്കിൽ വനംവകുപ്പിന് കൊടുത്തിട്ടുണ്ട്. വനംവകുപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വനംവകുപ്പിന് ഇനി ഒരു മറുപടി തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശം എന്തെങ്കിലും ചോദിച്ച് ഒരു കത്ത് കൃഷി വകുപ്പ് തന്നിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാലം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ടൊന്നും കർഷകൻ രക്ഷപ്പെടുക. ഇതിൻ്റെയൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ കുഞ്ഞൻചാണ്ടി പറഞ്ഞ കാര്യമൊക്കെ നമ്മളത് സമ്മതിക്കുന്നു. വൈകാട്ടി അനുഭവിക്കുന്ന പേറ്റ് നോവെന്ന് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞത്. വൈകാട്ടി അനുഭവിക്കുന്ന പേറ്റ് നോവിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പേറ്റ് നോവ് അനുഭവിക്കുന്ന യുവതിക്കറിയാം, അവർക്ക് കിട്ടുന്നത്. അപ്പോൾ കർഷകൻ രക്ഷപ്പെടണമെങ്കിൽ കർഷക മേഖലയിലേക്ക് ഇറങ്ങി കർഷകൻ്റെ വിഷയം പരിഹരിച്ച് ഇപ്പോൾ ഈ പറയുന്നത് എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും പ്രായോഗികമാക്കുക. അതിന് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യും? വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ മാതിരി കാട് കയറി കിടക്കുവാണ്, അത് മൊത്തം വെട്ടണം, റബ്ബർ ട്രാഫിക് ഇല്ല. അതുകൊണ്ട് എല്ലാവരും അവനോട് പറമ്പ് വെട്ടാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി എരഞ്ഞോളി പാലത്തിൻ്റെ അവിടെ കാട്ടുപന്നി ഇറങ്ങിയത് അവിടെ കാടായിട്ടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ മറിഞ്ഞത് കാട്ടുപന്നി ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞത് അവിടെ കാടായിട്ടാണ്. അല്ല പറയുമ്പോൾ വയനാട്ടിൽ സ്വാഭാവിക മരം വെട്ടി മഞ്ഞക്കൊന്ന കൃഷി ചെയ്തത് സാധാരണ കർഷകരാ അല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നും ഇതിനെല്ലാം ചില കീടനാശിനികളോടൊന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത കർഷകൻ ഗതികെട്ട് അലയേണ്ട വന്നപ്പോഴാണ് ചെറിയൊരു വീണ്ടും വിചാരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കർഷകനെ കുറ്റം പറഞ്ഞിട്ട് ഇനിയെങ്കിലും കർഷകൻ രക്ഷപ്പെടണമെങ്കിൽ കർഷകൻ്റെ അഭിപ്രായം ആരാഞ്ഞ് നമുക്കിതിന് എന്ത് പ്രതിനിധികൾ ഉണ്ടാകാം. കർഷകൻ്റെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമുള്ളൂ. ഉദ്യോഗസ്ഥ തലത്തിൽ സർക്കാരിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. ആ ഡയലോഗ് നിർത്തണം, എന്ന് നിർത്തണം. സർക്കാരിൻ്റെ നടപടിക്രമമല്ല, സാധാരണക്കാരൻ ജീവിക്കണമെങ്കിൽ അവനൊരു നടപടിക്രമം ഒരു പരിഹാരമുണ്ട്. അത് നടപ്പിലാക്കിയാൽ മാത്രമേ കർഷകർ രക്ഷപ്പെടൂ. സർക്കാരിൻ്റെ നടപടിക്രമത്തിന് യാതൊരു കാര്യമില്ല. അത് 140 പേർക്ക് മാത്രമാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മളോട് പറയാം. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് നമ്മളിങ്ങനെ കുരിങ്ങാട്ടിൻ്റെ കുറച്ച് പ്രായോഗിക തലത്തിൽ നമുക്ക് പ്രാക്ടിക്കാൻ തോന്നിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് വെച്ച് കർഷകരുമായിട്ട് പരിചയപ്പെടുന്നത്. നമുക്ക് എല്ലാ പെരാർ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തിലെ കർഷകരെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മൊത്തത്തിൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിപ്പം ഇവരിപ്പം കുറച്ച് പഞ്ചായത്തിൽ തള്ളിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായും നമുക്കിപ്പോൾ പഞ്ചായത്തിൽ നമുക്ക് പോളിസിയായി വരാണ്ട് നമുക്ക് പഞ്ചായത്തിന് മാത്രമായിട്ട് അതിൻ്റെ നടക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് പോളിസായിട്ട് വരുമെന്ന് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പദ്ധതിയുടെ ഇത് പറഞ്ഞു. നമുക്കപ്പം സോളാർ ഫെൻസിങ്ങിൻ്റെ നമ്മളപ്പം നമ്മുടെ മാറി പഞ്ചായത്ത് നമുക്ക് സോളാർ ഫെൻസിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോളാർ ഫെൻസിങ്ങിൻ്റെ ഇതിലും നമുക്കത് കുറച്ച് ചെറിയ ഏരിയയിൽ ചെയ്യുമ്പോൾ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കുറച്ച് വലിയ ഏരിയയിൽ കുറച്ച് കർഷകർ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പദ്ധതി വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് പദ്ധതികളെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞ കാര്യത്തിൽ തന്നെ കർഷകരുടെ ഒരു പങ്ക് അവർ വഹിക്കും. പഞ്ചായത്ത് ഒരു മുൻകൈ എടുത്തു കഴിഞ്ഞാൽ കർഷകർ അവരെ അതിൽ ഉൾപ്പെടുത്തണം. അല്ല എല്ലാം സർക്കാർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അതായത് കർഷകർക്ക് എനിക്ക് 100 തെങ്ങുണ്ട്. അതിൽ നിന്ന് വണ്ടി കെട്ടിട്ട് 2 വണ്ടി തേങ്ങ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ വണ്ടിയാണ് കൊണ്ടിരുന്നത്. ഓട്ടോ ആ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഒലുവായി കൊണ്ടുള്ള സ്ഥിതിയാണ്. അത്ര തേങ്ങ എടുക്കും, ബാക്കി വഴി കുറഞ്ഞുകൊണ്ടു പക്ഷേ ഈ ഏറ്റവും പറിച്ചു വേണം. അപ്പോൾ ഇതിനകത്ത് കർഷകരുടെ ഒരു പങ്ക് വഹിക്കണമെങ്കിൽ അത് ചെയ്യണം. കർഷകരുടെയും ഗവൺമെൻറ്റിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ രണ്ടും കൂടെ സഹകരിച്ച് പോകണം.
കാരണം കുറച്ച് കർഷകർ കാരണം അവർക്കാണ് നഷ്ടപ്പെടുന്നത്. കുറച്ചെങ്കിലും അവർക്ക് സഹിക്കുക. പഞ്ചായത്തിന് പരിമിതികളുണ്ടാകാം ഫണ്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ രണ്ടും കൂടെ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇനിയിപ്പോൾ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെപ്പറ്റി ഒരാളും കാലഘട്ടപ്പോൾ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും സ്പർശിച്ചില്ല. അപ്പോൾ മനുഷ്യനാണോ ഈ വന്യജീവികൾക്കാണോ പ്രാധാന്യം, അതിനെപ്പറ്റി ഞങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് ഉണ്ടല്ലോ, ഈ ക്ലാസ് പ്രകാരം തുണ്ടമായ ഒരു കൃഷിയും സംരക്ഷിക്കാൻ ആരെ കൊണ്ടില്ല. ഇപ്പോൾ ഈ ഉറപ്പായിക്കോട്ടെ, പിന്നെ ഡോക്ടർ പരേഡായിക്കോട്ടെ, ഈ വക കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരീക്ഷിക്കാറ് ഒന്നുമില്ല. ഇപ്പോൾ ഈ മഞ്ഞൾ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞൾ കുത്തില്ല, മഞ്ഞൾ കൃഷി ചെയ്താൽ മഞ്ഞൾ കുത്തുകയില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ മഞ്ഞളിൽ നമ്മൾ ചവറും ചാണകം ഇട്ട് മണ്ണിൽ വരുമ്പോഴത്തേക്കും മഞ്ഞൾ കുത്തും. ഇപ്പോൾ ഞാൻ വാഴ വെച്ച സമയത്ത് ഞാൻ ഈ കരവാഴ വെക്കുന്ന വേനൽ അധിക വിള കിട്ടിയാൽ സ്ഥലത്ത് ജനുവരി മുതൽ വെക്കുന്ന വാഴയുടെ അരികു ഭാഗത്തായിട്ട് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യുന്നു. ആ മഞ്ഞൾ കുത്തില്ല, പക്ഷേ ഒലച്ച വാഴ വരെ കുത്തിയിട്ടുണ്ട്. ഇത് അത് അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെയുള്ള ആദ്യ പരിഹാരം മുമ്പ് മലമുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷി സംരക്ഷിക്കാൻ തോക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അന്ന് കൃഷി സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ പറഞ്ഞത് പ്രകാരം ഇനി ഞങ്ങൾ കൃഷി ചെയ്യാം. ആ കൃഷിയെ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ആജീവനാന്ത നഷ്ടപരിഹാരം കർഷകർക്ക് വിട്ടുമാറുക നിയമവ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഈ പറഞ്ഞ ഒരു ഉപാധികളും ഇന്ന് വന്യജീവികളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വിശദീകരിച്ച കാര്യം 8 വർഷമായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കുരങ്ങിനെ തുരത്താൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കൃഷി വകുപ്പ് അതിനെപ്പറ്റി പഠിക്കുകയോ അത് നല്ലതാണെന്ന് ഒരു തീരുമാനത്തിലെത്തുകയോ ചെയ്തിട്ടുണ്ടോ? അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? അത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാം. ഇപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൽ അല്ല, കുരങ്ങിൻ്റെ കുരങ്ങിൻ്റെത് 5 വർഷം മുമ്പ് വൈൽഡ് ഹാക്കത്തോണിൽ അവതരിപ്പിച്ച അംഗീകാരം നേടി കൃഷി വകുപ്പിന് പരസ്യമായി കൊടുത്തതാണ്. അംഗീകരിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അതുകൊണ്ടാണ് വൈകല്യം അവതരിപ്പിച്ച സർട്ടിഫിക്കറ്റ് തന്നെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമുക്കിത് ഉണ്ടാക്കി പരീക്ഷ ചെയ്യാമല്ലോ. കുരങ്ങിന്റെ ശല്യം അതോടുകൂടി തീരുമല്ലോ. നിങ്ങൾ അറിയാതെ പോയത് എന്റെ കുഴപ്പമില്ല. കൃഷിവകുപ്പ് അറിയല്ലോ, കൃഷിവകുപ്പിന്റെ അറിയല്ലോ. നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഫണ്ട് കിട്ടുന്നെങ്കിൽ അതിന് വേറെ സ്ഥാപനങ്ങളുടെ അംഗീകാരം, അത് പദ്ധതി വഴി വെക്കാനുള്ള അംഗീകാരം വേണം. അത് നിലവിൽ കിട്ടിയിട്ടില്ല. അത് നമുക്ക് അതിന്റെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസി ഡിസിഷൻസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നിലവിൽ അത് അംഗീകാരം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് അംഗീകാരം പക്ഷെ നമുക്ക് അതിൽ സബ്സിഡി കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് നിലവിൽ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷിഭൂമിയിൽ വന്യജീവികൾ വന്നു കഴിഞ്ഞതിന് ശേഷം അല്ല വരുമ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കുര്യൻചേട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യം അവർ തെളിക്കുമ്പോൾ വന്നാലല്ലേ ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് ഞങ്ങളോട് പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പണി ഭയങ്കരത്തോടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ഞാൻ ഇപ്പോൾ കുര്യൻചേട്ടൻ്റെ ക്ലാസ് 3ാമത്തെ പ്രാവശ്യം കിട്ടുന്നത്. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഞാനിപ്പോൾ സോളാർ ഫെൻസിങ് 2 വർഷമായിട്ട് നല്ല രീതിയിൽ സ്വന്തം പറമ്പിൽ ചെയ്ത് കൃഷി ചെയ്യുന്ന ഒരാളാണ്. കാരണം വേറെ നിവർത്തിയില്ല. എല്ലാ ജീവികളും ആനയൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സാധനങ്ങളും എൻ്റെ പറമ്പിലുണ്ട്. അതായത് മനുഷ്യൻ വളർത്തുന്ന ആട് വരെ ഏറ്റവും കൂടുതൽ ശല്യമാണ്. SC/ST കിട്ടുന്ന ആടുകൾ ഞങ്ങളുടെ 2 കോളനി ഉണ്ട്. അവിടുന്ന് ആടുകൾ വന്ന് നാട്ടിൽ നിൽക്കുന്ന മൊത്തം പാവം ചെയ്യുന്നത് അങ്ങനെയുള്ള ശല്യങ്ങളുണ്ട്. പലതവണ വാർഡ് കണ്ടു, പറഞ്ഞു, നേരിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കി, ഒരു കാര്യമില്ല. പിന്നെ ഞാൻ തന്നെ പൈസ മുടക്കി 1 ലക്ഷം മുടക്കി ഫെൻസ് ചെയ്തു, സ്വന്തം പണിയെടുത്ത് ഫെൻസ് ചെയ്ത് ഇപ്പോൾ കൃഷി ചെയ്തിട്ട് വരുവാണ്. അവിടെ രാവിലെ പണിയെടുത്ത് 10 വരെ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളല്ല ഉദ്ദേശിക്കുന്നത് കേൾക്കാൻ, നമുക്ക് എന്തെങ്കിലും സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ പന്നിക്ക് വീഴ്ച വന്നിട്ടുണ്ടല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? കൃഷി വകുപ്പിന് പഞ്ചായത്തിനെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പന്നികളെ നശിപ്പിച്ച് തരാൻ പറ്റുമോ? അതിന് നമ്മുടെ സഹായം എന്താണെന്ന് വെച്ചാൽ കർഷകർ നമ്മൾ ഒരുമിച്ച് ഒത്തുചേർന്ന് കാണിച്ചു തരുമോ? എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സഹായങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്ലാസ്സുകളായിട്ട് മരത്തിൻ്റെ വെള്ളം തെളിക്കാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം.
ആയിരിക്കണം ചർച്ച എന്ന് പറയുന്നത് ഇനിയുള്ള ക്ലാസ്സുകളാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പഞ്ചായത്തിലെ ആൾക്കാരെ കാണും. അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, അവിടെ ഇരിക്കാൻ തോന്നി, ഇറങ്ങിപ്പോകണം തോന്നി. ഇത് കഴിഞ്ഞിട്ട് ചർച്ചകളുണ്ട്. ഈ ചർച്ച ഇതുപോലുള്ള ചർച്ചകൾ വേണം. അത് ക്ലാസ് മോശമായിട്ടില്ല. ക്ലാസ്സിൽ കൂടെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉണ്ട്. ചേട്ടന് പേഴ്സണലായിട്ട് അറിയാം. കഴിഞ്ഞ മാസം ചേട്ടൻ്റെ ക്ലാസ്സിൽ കൂടില്ല. അപ്പോൾ അതിനകത്ത് തീരുമാനം ഇവിടെ എത്തുന്നില്ല. വന്യജീവികൾ ഡെയിലി വരുന്നു. ഇപ്പോൾ ഞാൻ ഫെൻസ് ചെയ്തെന്ന് പറഞ്ഞു, മുളകൊന്നി ഇതിനുള്ളിൽ കൂടെ കയറി വരും. എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല. കപ്പ ഇരുന്നോട് നട്ടതാ, കപ്പക്കണ്ട് കുറച്ചറിയിടും, വെറുതെ പറിച്ചിടും. ഒരു ഹോബി പോലെയാണ് എല്ലാ ദിവസവും രാവിലെ. അപ്പോൾ അതുപോലെയുള്ള നഷ്ടങ്ങൾ പറഞ്ഞിട്ട് ഓരോന്നും സഹിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ക്രിയാത്മക ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് നമ്മൾ പദ്ധതികൾ ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് അതുമായിട്ട് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന സമയത്ത് അതിന് വർക്കിംഗ് ഗ്രൂപ്പുകളിലെ കീഴിൽ കാര്യങ്ങൾ പറയുകയും എല്ലാ പഞ്ചായത്തിലും തന്നെ നമുക്ക് സോളാർ ഫെൻസിങ് പഞ്ചായത്തിൻ്റെ സബ്സിഡി കൊണ്ട് വെക്കാനുള്ള പദ്ധതി ഉണ്ടാകും. അത് ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞ് അത് ലഭിക്കാനുള്ള അത് നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് ചെയ്യിക്കാവുന്നതാണ്. അവർ കാര്യമാണ് പദ്ധതികളുടെ നടന്നിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് പഞ്ചായത്തുമായി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും പഞ്ചായത്തിലെ പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ പദ്ധതി പിന്നെ അതോടൊപ്പം ഈ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു നബാർഡിൽ ഫണ്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു 12 കോടി ഫണ്ട് നമ്മുടെ കണ്ണൂർ മൊത്തത്തിൽ വനപദ്ധതികളുടെ മെയിൽ കിട്ടുന്നതിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നത് നമുക്ക് പ്രൊജക്റ്റ് അപ്രൂവ് ആവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരാവുന്നതാണ്. ഇവിടെ കേരളത്തിലെ കർഷകരുടെ മരണമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആമുഖമായിട്ട് നമ്മളെല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഈ കർഷകരെ നശിപ്പിച്ച് കുത്തുവാള എടുപ്പിച്ച് 2 ഡിപ്പാർട്ട്മെന്റാണ്. ഒന്ന് കൃഷി എന്നറിയാത്ത കൃഷി വകുപ്പും കർഷകനെ എങ്ങനെ ദ്രോഹിക്കണമോ മാത്രം ചിന്തിക്കുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമാണ്. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് കൃഷി നശിച്ചത് അന്ന് പോസ്റ്റ് ഓഫീസറായ മകൻ സാറിനെ കൊണ്ടുവന്ന നഷ്ടവിചാരത്തിലെ കണക്കെടുപ്പിച്ച് 5 പ്രാവശ്യം ഓഫീസിൽ കയറി ഇറങ്ങിയതല്ലാതെ ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല. 40 തേങ്ങയുള്ള ഞാൻ ഇന്ന് ഈ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ 5 കിലോ തേങ്ങ മേടിച്ചിട്ട് ഡിക്കി വെച്ചിട്ട് കൊണ്ടുപോകാം. സ്കൂട്ടികൾ ആരും നാണം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഒന്നും പറയാൻ എനിക്ക് പരിഹാരമില്ല. കാരണം നമ്മൾ എന്ത് പറയണ കാര്യമില്ല. ഈ 2 ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിടാൻ കേരളത്തിൽ എന്ന് സമ്പൂർണ്ണ ഭരണാധികാരികൾ വരുന്നു. ഒന്ന് കൃഷി കർഷകനെയും കാർഷിക മേഖലയെ അറിയാവുന്ന ഏൽപ്പിക്കാൻ തയ്യാറാവുന്നില്ല. കൃഷി രക്ഷപ്പെടും, വന്യമൃഗവും രക്ഷപ്പെടും. ഇവിടെ വന്യമൃഗ മനുഷ്യ അനുവാദ സംഘർഷങ്ങളോ ഉണ്ടാവില്ല എന്ന് മാത്രം പറയുന്നത്. ഇത്രയും ചർച്ചകൾ നടത്തി ഇതൊന്നും എഴുതിയെടുക്കാൻ കോടിയേറ്റ് റിപ്പോർട്ട് കൊടുക്കാനും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആരും ചെയ്യാറായിട്ടുണ്ടോ? ഇല്ല. ചുമ്മാ കാഴ്ചക്കാരായിട്ട് ഇത് കേട്ടിരിക്കുന്നു, നമ്മൾ കേട്ടിരിക്കുന്നു. എന്തൊക്കെയോ നടത്തി ചായ കുടിച്ചു, അതിന് പേര് ലക്ഷങ്ങൾ ഇതിന്റെ പേരിൽ ഫണ്ട് പിരിച്ച് അവർ മേള നടന്നു പോകുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുമോ? എത്തിച്ചേർന്നിട്ടില്ല. ഏതാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ജനപ്രതിനിധികൾ, കർഷകർ, ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ സാർ. ഇപ്പോൾ നേരത്തെ ആമുഖ പ്രശ്നം തന്നെ വൈകേപ്പാട് രജിസ്റ്റർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സംസ്ഥാന ദുരിതമായി സർക്കാർ കണ്ടിട്ടുണ്ട്. അത് കാണുകയും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനുകളെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രാദേശിക തലത്തിൽ നമുക്ക് ജനജാഗ്രതാ സമിതികളുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടില്ല, പിന്നെ ഇവിടെ കണ്ടില്ല, നിങ്ങൾ പറഞ്ഞു. പ്രാദേശികമായിട്ട് വാർഡ് തലത്തിൽ വെച്ചിട്ട് ഇതിൽ ബൗണ്ടറി വനം ബൗണ്ടറി ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നേരത്തെ ജനജാഗ്രതാ സമിതികളുണ്ടായിരുന്നു. പിന്നെ വന്യജീവി ആക്രമണം തടയുന്നതിനും വന്യജീവി ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആക്ട് ചെയ്യാനുള്ള ജനജാഗ്രതാ സമിതികൾ, ആ സമിതികളായിരുന്നു നേരത്തെ ബോർഡിലേക്ക് ശുപാർശ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ ആ ജനജാഗ്രതാ സമിതികൾ ഒന്നുകൂടെ ശാക്തീകരിക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കുകയും കഴിഞ്ഞ മാർച്ചോടുകൂടി ഈ ജനജാഗ്രതാ സമിതികൾ എല്ലാ സ്ഥലങ്ങളിലും ശാക്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാക്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളെയും കർഷകരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തന്നെ
ജനജാഗ്രതാ സമിതികൾ വനം അതിർത്തിയായി വരുന്ന സ്ഥലങ്ങളിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് വനം അതിർത്തിയായി വരാത്ത പഞ്ചായത്തുകളിലും കൂടെ ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും ഒക്കെ നിർദ്ദേശമുണ്ട്. അതായത് പന്നിശല്യം കൂടുതലുള്ളതിനെക്കാട്ടും മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ കൂടുതലുള്ള പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ട്. ഈ സമിതികളിൽ വരുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും മുകളിലേക്ക് കൊടുക്കുക, അത് ജില്ലാതല കമ്മിറ്റിയിലേക്ക് അവതരിപ്പിക്കുക. ജില്ലാതല കമ്മിറ്റി നേരെ സർക്കാരിലേക്ക് ശുപാർശ സമർപ്പിച്ച് സർക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് കൃത്യമായി നടക്കുന്നുണ്ട്. ജില്ലാതല കമ്മിറ്റിയും സംസ്ഥാനതല കമ്മിറ്റിയും കൃത്യമായി നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാർ വളരെ ഗൗരവമായി തന്നെ വനം വന്യജീവി സംഘർഷത്തെ കണ്ടതുകൊണ്ടാണ് ഇപ്പം ഈ നേരത്തെയുള്ള കൃഷി വകുപ്പിന്റെ HOD നേരത്തെ ഉള്ള മീറ്റിംഗ് 2-3 മീറ്റിംഗുകളിൽ ഞാനും രജിസ്ട്രാറും ഒക്കെ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറും ഈ ജില്ലാ തലത്തിൽ മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ കണ്ണൂർ DFO ആണ് കൺവീനറായിട്ടുള്ള മീറ്റിംഗ്. ഈ മീറ്റിംഗിൽ ശുപാർശ എല്ലാ വിവിധ വകുപ്പുകൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ബ്ലോക്ക് തലത്തിലും മറ്റു തലത്തിലും ജനങ്ങളെ കർഷകരെ ബോധവൽക്കരിക്കാനും അവർക്ക് ഉള്ള ഇതുപോലുള്ള കാട്ടുപന്നിയെ നിർമ്മാർജ്ജനം ചെയ്യാനും കുരങ്ങിൽ ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടു. അത് ഇനിയും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ ഷെയർ ചെയ്യപ്പെടണം. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവും. അത് തരണം ചെയ്തുകൊണ്ട് പല പ്രാദേശികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്തിൽ പ്രായോഗികമാകുന്നതായിരിക്കില്ല മറ്റൊരു തലത്തിൽ പ്രായോഗികമാകുക. അതിനൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാദേശിക തലത്തിലുള്ള കമ്മിറ്റികൾ പ്രാദേശിക തലത്തിൽ നിന്നാണ് മുകളിലേക്ക് ശുപാർശകളും നിർദ്ദേശങ്ങളും പോകുന്നത്. ആ രീതിയിൽ എല്ലാ മാസവും ഈ ജനജാഗ്രതാ സമിതികൾ കൂടണമെന്ന് ബോർഡ് നിർദ്ദേശമുണ്ട്. അതെല്ലാം കൂടിയിരിക്കണം. വനം ബൗണ്ടറി വരുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ കർശനമായിട്ട് ഈ സമിതികൾ കൂടുന്നുണ്ട്. ആനശല്യം ഇല്ലാതെ മാത്രമല്ല പന്നിശല്യമുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. ഈ പന്നിശല്യം മാത്രം വനം അതിർത്തി എല്ലാ സ്ഥലങ്ങളിലും എന്തായാലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലല്ലേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സമിതി കൂടുതൽ ശുപാർശ ചെയ്തിരിക്കുകയും ആ കൂടാൻ വേണ്ടി വനം വകുപ്പിനോട് ഏതെങ്കിലും ഇല്ലാതെ ഉണ്ടെങ്കിൽ അത്രയും ശല്യമുള്ള വനത്തിന് വിധേയരായിട്ടുള്ള പഞ്ചായത്തുകളിൽ ഉണ്ടെങ്കിൽ അത് നടപടിയെടുക്കണം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ നല്ല നിർദ്ദേശങ്ങൾ കേട്ടു. അതിന് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്, പിന്നെ ചിലത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുണ്ട്. അപ്പം ഇതൊക്കെ ഈ കമ്മീഷനൊക്കെ ഉണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് ഈ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ഡിവിഷൻ തലത്തിലും ജില്ലാ തലത്തിലും നോഡൽ ഓഫീസറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂർ രീതിയിൽ ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ വൈൽഡ് പീക്കിൻ്റെ കള്ളി ഒരു മിഷനുണ്ട്. അതായത് ഇതിന് കൃത്യമായിട്ട് സർക്കാർ ഉത്തരവ് പ്രകാരം കള്ളി ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിലും വേറെ എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടോ. ചിലപ്പം ഷൂട്ടേഴ്സ് ഉണ്ടാവില്ല, പിന്നെ ഈ ചിലപ്പം കാട്ടുപന്നിയെ നിർമ്മാർജ്ജനം ചെയ്ത ഷൂട്ടേഴ്സിന് ബെനിഫിറ്റ് കിട്ടാറുണ്ടോ, പൈസ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് സർക്കാർ ഉള്ള ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് നടക്കുന്നത് അതിൻ്റെ ഒരു ജില്ലയിലെ ഒരു നോഡൽ ഓഫീസറായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പറയുന്നത് വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യക്ഷമമായി സർക്കാർ ഇതിൽ കാണുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ജില്ലാതല കമ്മിറ്റി എല്ലാ ദിവസവും നടത്തുന്നത് കളക്ടറുടെ ഇത് എല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ നേരത്തെ ആരോ പറഞ്ഞു 5 വർഷമായിട്ട് ഈ വകുപ്പ് നൽകുന്ന ധനസഹായം കിട്ടിയില്ല, കോമ്പൻസേഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിക്ട് മുഖേനയാണ്. നേരെ ഈ നികുതി ശുദ്ധം ആധാർ കോപ്പിയും ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പിയും എടുത്ത് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഈ നഷ്ടം അവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്നായി ഒരാഴ്ചക്കുള്ളിൽ സ്റ്റാഫ് അവിടെ ഫീൽഡിൽ ഒന്ന് പരിശോധിക്കുകയും നേരെ അത് ഡിവിഷനിലേക്ക് പോവുകയും ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. പണ്ട് പല ഓഫീസുകളിലും കയറി ഇറങ്ങേണ്ട അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതില്ല. 2004 മാർച്ച് വരെ ജൂൺ വരെയുള്ള എല്ലാ കാർഷിക വിളകളുടെ നഷ്ടവും കണ്ണൂർ ഡിവിഷന് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം കൃഷിയിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളോ എന്തോ അക്കൗണ്ടിലുള്ള പ്രശ്നങ്ങളോ കൊണ്ടോ അയാളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാവില്ല. എങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ പോയി അവിടെ നിൽക്കുന്ന അക്ഷയയിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. പണ്ടത്തെ പോലെ മാനുവലായിട്ട് അപേക്ഷ കാണുന്നില്ല എന്നായിട്ട് പറയാൻ പറ്റില്ല.
ഇത് ആ അപേക്ഷ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. ചിലപ്പം ഈ 5 വർഷത്തിൽ ഉള്ള പ്രശ്നം ഇത് സർക്കാർ നേരത്തെ ഇതിനായിട്ട് ഫണ്ട് കണ്ടെത്തുകയും കഴിഞ്ഞ 2004 പകുതി വരെയുള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കിട്ടാത്തതിൽ ടാക്സ് ചെയ്യാൻ നമുക്ക് അക്കൗണ്ടിൻ്റെ പ്രശ്നമുണ്ടാകും, ചിലപ്പം പേരിലുള്ള ട്രഷറിയിൽ സസ്പെൻഡായി കിടക്കുന്നുണ്ടാകും. അതൊക്കെ നമ്മുടെ തന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടാം. അപ്പം അങ്ങനെയായിരിക്കും കിട്ടാതെ ഉണ്ടെങ്കിൽ അറിയിക്കുക. നഷ്ടപരിഹാരം 2004 24 സോറി 2024 5 വർഷത്തേന് 2024. അപ്പോൾ ഇതാണ് ഞാൻ കണ്ണൂർ റേഞ്ച് കൊട്ടൂർ റേഞ്ച് ഓഫീസിലൂടെ ഇത് ജോലിയാളാണ്. അപ്പം ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാ തലത്തിലും നമ്മൾ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ വിദേശങ്ങൾ വരത്തക്ക രീതിയിലുള്ള നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്നാണ് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എൻ്റെ കർത്തവ്യം നന്ദി പറയാനുള്ളതാണ്. ജില്ലാ കമ്മിറ്റി, അതായത് ഈ കമ്മീഷൻ്റെ ജില്ലാ കമ്മിറ്റി എല്ലാ ദിവസവും കൂടുകയും കൃത്യമായിട്ട് മോണിറ്ററിങ് കളക്ടർ നേതൃത്വത്തിലും കണ്ണൂർ ഡിപ്പോ നേതൃത്വത്തിലും മോണിറ്ററിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള മീറ്റിങ്ങുകളും കൃഷി വകുപ്പിൻ്റെ അവരുടെ പഠനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. ആദ്യമായിട്ട് ഈ ജില്ലാ കമ്മിറ്റിക്കാണ് ഞാൻ നന്ദി പറയുന്നത്. അതിനുശേഷം നമുക്കിവിടെ ക്ലാസ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പ്രസിഡന്റ് അത് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തിയ നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ രതീഷ് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കി ഇവിടെ എത്തിച്ചേർന്ന ക്ലാസ് അതിൻ്റെ കൃഷി വിജ്ഞാനത്തിൻ്റെ പ്രതിനിധികളുണ്ട്, അതുപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ സജീവമായ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.